ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നത് ഈശോയുടെ പ്രലോഭനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന രംഗത്തെ ധ്യാനിച്ചുകൊണ്ട് നാം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നോമ്പുകാലത്ത് നാം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോമ്പുകാലത്തിലൂടെ കടന്നു പോകേണ്ടത് എന്ന് നാം ഇന്ന് വായിച്ച് കേട്ട വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത് മരുഭൂമിയിൽ കൂടാരമടിച്ച ജനത്തെയാണ്. മരുഭൂമി എന്നും പ്രലോഭനങ്ങളുടെ ഒരു വേദിയാണ്. വാഗ്ദാന നാട്ടിലേക്ക്, സ്വർഗത്തിൻ്റെ പ്രതീകമായ വാഗ്ദാന നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന, തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനം മരുഭൂമിയിലാണ്. അവിടെയാണ് മന്നയും കാടപ്പക്ഷിയും പാറയിലെ ജലവും വിശപ്പും ദാഹവും ശത്രുഭയവുമൊക്കെ പരീക്ഷകളായിട്ട്, പ്രലോഭനങ്ങളായിട്ട് അവരെ തേടി വരുന്നത്. അതിന് പ്രതിവിധിയായിട്ട് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് മലമുകളിലേക്ക് കയറിപ്പോകുന്ന മോശയെയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും എഴുതി വാങ്ങാനായി മലമുകളിലേക്ക് കയറുന്ന മോശ 40 ദിനരാത്രങ്ങൾ മലമുകളിൽ ചിലവഴിക്കും. പ്രലോഭനങ്ങളെ നേരിടാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. ദൈവകൽപ്പനകളുടെ, പ്രമാണങ്ങളുടെ സംരക്ഷണം നമുക്ക് ആവശ്യമുണ്ട്. മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ കണ്ടുമുട്ടുന്നത് കാളക്കുട്ടിയെ ആരാധിക്കുന്ന ജനത്തെയാണെന്നത് പ്രമാണങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹം ഏതളവിലേക്ക് വഴുതിപ്പോകുമെന്നുള്ള ഒരു വലിയ സൂചന നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ വായനയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നവർ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ തീരുമാനമെടുത്തവർ പ്രലോഭനങ്ങളെ കരുതിയിരിക്കണമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തരുന്നത്. 3-ാമത്തെ വായനയിൽ ഹെബ്രായ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, പ്രലോഭനങ്ങളിൽ ആരും തനിച്ചല്ല. നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം, അവൻ്റെ സംരക്ഷണം നമുക്കുണ്ട്. നമ്മെപ്പോലെ എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കാൻ, സംരക്ഷിക്കാൻ അവനെക്കൊണ്ട് സാധിക്കും. അതിമനോഹരമായിട്ട് ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഒരാളിൽ നിന്നാണ്, ഒരുവനിൽ നിന്നാണ്, അത് ദൈവത്തിൽ നിന്നാണ്. പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നവരാരും തനിച്ചല്ല, ആരും ഏകരല്ല. ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യവും സംരക്ഷണവും എല്ലാ പ്രലോഭനങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഹെബ്രായ ലേഖനം നമുക്ക് തരുന്നു. 4-ാമത്തെ വായനയായ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഈശോ മരുഭൂമിയിൽ നേരിടുന്ന പ്രലോഭനങ്ങളെയാണ്. പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിനരാത്രങ്ങൾ അവൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചു. ആ 40 ദിനരാത്രങ്ങളും അവന് പ്രലോഭനങ്ങളുടെ നാളുകളായിരുന്നു. പ്രലോഭകനായ പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കുന്നത് 3 രീതികളിലാണ്. 3 തരം പ്രലോഭനങ്ങളാണ് ഒരു മനുഷ്യവ്യക്തിയെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കാത്തിരിക്കുന്നത് എന്ന് ഈശോ നേരിട്ട പ്രലോഭനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേത് ശാരീരികമായ പ്രലോഭനമാണ്. കല്ലുകളെ അപ്പമാക്കാനുള്ള ക്ഷണമാണ്. ഈ ലോകത്തിൻ്റെ രുചികളെയും സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും തേടിപ്പോകാൻ ശരീരം നമ്മെ പലപ്പോഴും നിർബന്ധിക്കാറുണ്ട്. ശരീരത്തിൻ്റെ അധമവാസനകളെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് തിരുത്താൻ ഒന്നാമത്തെ പ്രലോഭനം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രലോഭനം ആത്മീയമായ ഒരു പ്രലോഭനമാണ്. നമ്മുടെ ദൈവസങ്കല്പങ്ങൾക്ക് പകരം മറ്റു പലതിനെയും പ്രതിഷ്ഠിക്കാനുള്ള ഒരു ക്ഷണമാണ് രണ്ടാമത്തെ പ്രലോഭനം. എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാൻ ഇവയെല്ലാം നിനക്ക് തരാം. ദൈവത്തിന് പകരമായി മറ്റാരുമില്ല. ദൈവം സർവസ്വവുമാണ്, സർവശക്തനാണ്. പക്ഷേ പലപ്പോഴും ഈ ഭൂമിയുടെ പരിമിതികളെ, ഈ ഭൂമി വെച്ച് നീട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ, ചിന്താധാരകളെ ദൈവത്തിന് പകരമായി പ്രതിഷ്ഠിക്കാനുള്ള പ്രലോഭനം നമ്മെ കാത്തിരിപ്പുണ്ടെന്നുള്ള ഓർമ്മയാണ് രണ്ടാമത്തെ പ്രലോഭനം. മൂന്നാമത്തെ പ്രലോഭനം മാനസികമായ ഒരു തരത്തിലുള്ള പ്രലോഭനമാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ സ്വന്തം ചിന്തകളാൽ, സ്വന്തം ആഗ്രഹങ്ങളാൽ വെല്ലുവിളിക്കാനുള്ള, ദൈവത്തെക്കാൾ ഉപരിയാകാനുള്ള ഒരു പ്രലോഭനമാണത്. മറ്റുള്ളവർക്ക് മുൻപിൽ എന്നെ തന്നെ വലിയവനായി പ്രതിഷ്ഠിക്കാനുള്ള മാനസികമായ ആഗ്രഹങ്ങളുടെ, ആ തലത്തിൽ നേരിടുന്ന പ്രലോഭനങ്ങളുടെ ഒരു സൂചനയാണ് ഈശോ നേരിടുന്ന മൂന്നാമത്തെ പ്രലോഭനം. പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എന്തുമാത്രം ശ്രദ്ധയുള്ളവരാകണമെന്ന് ഈശോ തൻ്റെ മാതൃകയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ മരുഭൂമിയിലേക്ക് നീങ്ങിയത് ആത്മാവിനാൽ നിറഞ്ഞവനായിട്ടാണ്. 40 ദിനങ്ങൾ നീളുന്ന പ്രലോഭനങ്ങളിൽ അവൻ പിടിച്ചു നിന്നത് ആത്മാവിൻ്റെ സഹായത്താലും പിതാവിൻ്റെ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടുമാണ്. പിശാച് അവനെ തൽക്കാലത്തേക്ക് വിട്ടുപോയി, നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ
സമർപ്പിതരായ എല്ലാവരെയും, മാമോദീസായുടെ വ്രതം സ്വീകരിച്ച എല്ലാവരെയും പിശാച് ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കാത്തിരിപ്പുണ്ട്. നിശ്ചിതമായ സമയങ്ങൾക്കുള്ളിൽ അവൻ മടങ്ങി വരുമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ ഈ തിരുവചനം നൽകുന്നുണ്ട്. പിന്നീട് നാം കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രലോഭകൻ ഈശോയെ വിട്ടുപോകുമ്പോൾ ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിക്കുന്ന രംഗമാണ്. എല്ലാ പ്രലോഭനങ്ങളുടെയും അന്ത്യത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ സാന്നിധ്യം, അവരുടെ ശുശ്രൂഷ നമ്മെ കാത്തിരിപ്പുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ ഗത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്താനായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി എന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പ്രലോഭനങ്ങളിൽ നാം ആരും തനിച്ചല്ല. പ്രലോഭനങ്ങൾ പിശാച് തരുന്നതാണ്. ആ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നവർ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ലെങ്കിൽ അവരുടെ നാശം അവിടെ പതിയിരിപ്പുണ്ടെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പഴത്തിൻ്റെ മനോഹാരിതയിൽ കണ്ണുടക്കി ആദവും ഹവ്വായും ഏദൻ തോട്ടത്തിന് പുറത്താകുന്നതും, ദൈവത്തിൻ്റെ കൽപ്പനകളെ അതിൽ ലംഘിച്ചുകൊണ്ട് അടിമത്തങ്ങളിലേക്കും പരദേശത്തിലേക്കും ഇസ്രായേൽ കടന്നു പോകുന്നതിനെ നമ്മൾ കാണും. എത്രയോ ഇടങ്ങളിലാണ് പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന, വീണുപോകുന്ന മനുഷ്യൻ്റെ കഥകൾ വേദനയോടെ വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നത്. പിതാവിൻ്റെ പക്കൽ നിന്ന് ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോകുന്ന ധൂർത്തപുത്രനെയും, നഷ്ടപ്പെട്ടു പോകുന്ന നാണയത്തെയും, കാണാതെ പോകുന്ന ആടിനെയുമൊക്കെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഉഴറുന്നവരെ, വഴിതെറ്റിപ്പോകുന്നവരെ സുവിശേഷം പരിചയപ്പെടുത്തുകയാണ്. എല്ലാ പ്രലോഭനങ്ങളിലും നാശം പതിയിരിപ്പുണ്ട്, ഒരു പടിയിറക്കം പതിഞ്ഞിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, പിശാച് നൽകുന്ന പ്രലോഭനങ്ങളെപ്പോലെ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകുന്ന ഒന്നാണ് ദൈവം തരുന്ന പരീക്ഷകൾ. നമുക്കറിയാം, പരീക്ഷകൾ ഒരു വ്യക്തിയുടെ മൂല്യം അളക്കാനുള്ള, ഉള്ളടക്കം അളക്കാനുള്ള മാർഗമാണ്. നന്നായി പഠിച്ച ഒരു കുട്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുന്നത് പോലെ പരീക്ഷകളിലൂടെ കടന്നു പോകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ളവരും പരീക്ഷകളെ വിജയിക്കാനുള്ളവരുമാണ്. അബ്രാഹത്തിനെ ദൈവം പരീക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ, ജോബിനെ അതിമനോഹരമായ പരീക്ഷയിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ, തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസിനെ പരീക്ഷയിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ, എത്ര മനോഹരമായിട്ടാണ് ഈ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവർ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് എന്നും എത്ര മനോഹരമായി ആ രംഗങ്ങൾ അവസാനിക്കുന്നുവെന്നും നാം കാണുന്നു. ജോബിൻ്റെ പുസ്തകം ഒരു വിലാപകാവ്യമല്ലെന്ന് നമുക്കറിയാം. അത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ, ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു വലിയ ഗീതികയായിട്ട് മാറുകയാണ്. എല്ലാ പരീക്ഷണങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അവിടെയെല്ലാം ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. തോബിയാസിനെ ദൈവദൂതൻ അനുഗമിക്കും. മരുഭൂമിയിൽ ഈശോയെ ദൈവദൂതന്മാർ ശുശ്രൂഷിക്കും. ഗത്സമൻ തോട്ടത്തിലേക്ക് ശക്തിപ്പെടുത്താനായിട്ട് ഒരു മാലാഖ ഇറങ്ങി വരും. വിലപിച്ചുകൊണ്ട് യാത്രയാകുന്ന ഹാഗാറിനെ തേടി ദൈവത്തിൻ്റെ ദൂതൻ വരും. അടിമത്തത്തിൽ കഴിയുന്ന ജനത്തെ തേടി ദൈവത്തിൻ്റെ ആത്മാവ് വരും. എല്ലാ പരീക്ഷണങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. തോബിയാസ് പരീക്ഷണങ്ങളിലും കൂടെ കടന്നുപോയപ്പോൾ അത് സാറായുടെ ജീവിതത്തിന് മധുരം പകരുന്നതും, വിശുദ്ധമായ ഒരു കുടുംബം രൂപപ്പെടുന്നതും, അശുദ്ധാത്മാവ് ബഹിഷ്കരിക്കപ്പെടുന്നതും, തോബിത്തിൻ്റെ ദാരിദ്ര്യം മാറുന്നതും നമ്മൾ കാണും. മടങ്ങി വരുന്ന ഇസ്രായേൽ ജനം ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കുന്നതും, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ബലികളർപ്പിക്കുന്നതിനെയും നമ്മൾ കാണും. അബ്രാഹാം വിശ്വാസികളുടെ പിതാവായിട്ട് മാറുന്നത് ഏകമകനെ ബലികഴിക്കാനുള്ള പരീക്ഷയെ മറികടന്നപ്പോഴാണ്. തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജോബ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ സൗഭാഗ്യങ്ങൾ മടങ്ങി വരുന്നതും അവന് ദൈവത്തെക്കുറിച്ചുള്ള പരിപൂർണമായ ഉൾക്കാഴ്ച സ്വന്തമാകുന്നു. പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളിൽ വീണുപോകാതെ ദൈവമൊരുക്കുന്ന പരീക്ഷകളിൽ വിജയം വരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉറപ്പാണ്. പിശാചൊരുക്കുന്ന പ്രലോഭനങ്ങളെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിജീവിക്കാനും, ദൈവം ഒരുക്കുന്ന പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാനും, അങ്ങനെ ദൈവത്തിൻ്റെ പ്രശംസയ്ക്ക് പാത്രങ്ങളായി തീരാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കും.